ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു വീക്ക് ഡേയിലെ മോർണിംഗിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ എന്നത്തെയും പോലെ ജേർണലിങ്ങും ബുള്ളറ്റ് ജേർണൽ അപ്ഡേറ്റിങ്ങും അതൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ബുള്ളറ്റ് ജേർണൽ സമയം ഉണ്ടെങ്കിൽ രാത്രി ചെയ്യും, അതല്ലെങ്കിൽ രാവിലെ ചെയ്യും. രാവിലെ ചെയ്യാനാണ് കേട്ടോ കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കറക്റ്റ് 5 o'clock എഴുന്നേൽക്കുന്നുണ്ട്. അത് കിടക്കുന്നത് ഒരു 10:30, 11 ആണെങ്കിലും കൃത്യം 5 o'clock എഴുന്നേൽക്കുന്നുണ്ട്. അത് നല്ല പ്രൗഡായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 5 to 6 ആ ഒരു ടൈമിൽ ഈ ഒരു ടേബിളിലിരുന്ന് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി. ഹാബിറ്റ് ട്രാക്കർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കണ്ടാലറിയാം നിറയെ റെഡ് മാർക്സ് ആണ്. അപ്പോൾ ഒരു മിക്സ്ഡ് കൈൻഡ് ഓഫ് മന്ത് ആയിരുന്നു പ്രൊഡക്ടിവിറ്റീൻ്റെ കാര്യത്തിൽ. അതായത് ക്ലീനിങ്, ഓർഗനൈസിങ്, അതുപോലെ മൈൻഡ് കെയർ ആ ഒരു ഏരിയയിൽ, അതുപോലെ സെൽഫ് കെയർ ആ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റീവായിരുന്നു. പക്ഷേ ഫിറ്റ്നസ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു വട്ടപൂജയാണെന്ന് തന്നെ പറയാം. അപ്പോൾ കഴിഞ്ഞ മാസത്തിൽ കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം ഇറ്റ്സ് ഓക്കെ. ഇനി നെക്സ്റ്റ് മന്തിലോട്ടാണ് ഞാനത് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈ മൂഡ് ട്രാക്കർ ആക്ച്വലി എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ കളറിങ് ആ ഒരു പ്രോസസ്സ് നല്ല രസമാണ് കേട്ടോ. ഓരോ ദിവസം നമ്മൾ ഏത് കളറാണെന്ന് നോക്കിയിട്ട് കളർ ചെയ്യുന്ന പ്രോസസ്സും ആ ഫൈനൽ ആ ലുക്ക് വരുന്നതും നല്ല ഭംഗിയാണ്. അപ്പോൾ ആ ഒരു പിന്നെ ഒരു റിക്വസ്റ്റ് വന്നായിരുന്നു മൂഡ് ട്രാക്കർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അടുത്തത് ജേർണലിംഗ് ആണ്. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് രാവിലെ തന്നെ എഴുതി വയ്ക്കുമ്പോൾ കുറച്ചൊന്ന് മൈൻഡ് ക്ലിയർ ആവുന്ന പോലെ തോന്നാറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ 5 തൊട്ട് 5:30 വരെയുള്ള സമയത്ത് ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മോനുള്ള പ്രിൻ്റ് ഔട്ട്സ് എടുക്കുന്നതും പിന്നെ കുറച്ച് നേരം റീഡിങ്ങിനും സമയം കണ്ടെത്താൻ നോക്കാറുണ്ട്. പിന്നെ അന്നത്തെ ഡെയിലി ടാസ്കുകളുടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും കൂടി ചെയ്യും. ഇതിൻ്റെ ഇടയിൽ പ്രെയർ ടൈമും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6 മണിക്ക് ശേഷം ഉള്ളൊരു സമയത്ത് ഒരു 15 മിനിറ്റെങ്കിലും എക്സസൈസിന് കുറച്ച് സമയം കണ്ടെത്തണമെന്ന് വിചാരിക്കുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം പീസ് കറിയാണ്. പക്ഷേ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓട്സ് പുട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഓട്സ് പുട്ട് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഓട്സ് എടുത്തിട്ട് അത് ഉപ്പിട്ട വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ തന്നെ നന്നായിട്ട് കുഴച്ച് വയ്ക്കും. അപ്പോൾ ശരിക്കും നല്ല കുഴഞ്ഞ പരുവാവും. എന്നിട്ട് അത് എടുത്തു വയ്ക്കും. അപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇത് നല്ല ഡ്രൈ ആയി വരും. അപ്പോൾ മിക്സിയിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നനവോടുകൂടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഓട്സ് പുട്ട് ഉണ്ടാക്കുന്നത്. വേറൊരു രീതിയിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പക്ഷേ ഈ ഒരു മെത്തേഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ്. ഗോതമ്പ് പുട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഓട്സ് പുട്ടും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്സ് പുട്ട് കഴിക്കുമ്പോൾ പയ്യെ വെയിറ്റ് കുറയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ കഴിയുമ്പോഴൊക്കെ ഓട്സ് പുട്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറേയും കൂടി നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഒരുപാട് വെയിറ്റൊന്നും എനിക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. സ്റ്റിൽ ഇതൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഷെയർ ചെയ്യാണ്. എപ്പോൾ നനച്ച് വയ്ക്കുമ്പോഴും ഞാൻ കുറച്ച് കൂടുതൽ ഒന്ന് നനച്ച് വയ്ക്കാൻ നോക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്കും ഈ ഓട്സ് പുട്ട് തന്നെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിലൊരു മടുപ്പും തോന്നാറില്ല, നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒരു 20 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരും. അപ്പോൾ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ലഞ്ചിനുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ, അതായത് കുറച്ച് ക്യാരറ്റും ബീൻസും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒലത്തിയെടുക്കാമല്ലോ. ഉള്ളി മുളകും ഇട്ട് ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന്
ബീഫ് കറിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു വെജിറ്റബിൾ സൈഡും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയുള്ള ഗ്രീൻ പീസ് വേവിച്ചെടുക്കുകയാണ്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പച്ചമുളക് അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളം മടി പിടിച്ച് അവിടെ കിടക്കുകയാണ്. രണ്ടുപേരും നല്ല തണുപ്പുള്ള ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ദാ ഇങ്ങനെ ബെഡിൽ തന്നെ സംസാരിച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ നമ്മളെന്തെങ്കിലും പറയുമ്പോഴൊക്കെയാണ് പോയി ബ്രഷ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാ ബീഫ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കട്ട പോകാൻ വേണ്ടി. അതുപോലെ കുറച്ച് ഇഞ്ചിയും നന്നാക്കി എടുക്കണം. വെളുത്തുള്ളി ഓൾറെഡി നന്നാക്കി വെച്ചത് ഇരിപ്പുണ്ട്. ഇനി ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് സവാള വഴറ്റിയെടുക്കുകയാണ്. കീബോർഡൊക്കെ നന്നായി വായിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ടച്ചൊക്കെ വിട്ട് ഇടയ്ക്ക് ഇപ്പോൾ ദാ ഒന്ന് പൊടി തട്ടി എടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഗ്രീൻ പീസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പാത്രം, ആവിയേറ്റാനുള്ള പാത്രം ഒന്ന് കഴുകി അതിൻ്റെ തട്ടുകളൊക്കെ ഒന്ന് ഓയിൽ ചെയ്ത് വെക്കാൻ വേണ്ടി മോൾ എന്നെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെന്ത ഗ്രീൻ പീസ് മാറ്റിയിട്ട് ആ കുക്കറിൽ തന്നെ ക്യാരറ്റും ബീൻസും കൂടി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഒലത്തിയെടുക്കാമല്ലോ. ക്യാരറ്റും ബീൻസും എല്ലാവർക്കും അറിയുന്ന പോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കീറിയിട്ട് വേപ്പിലയും ഇട്ട് 1-2 ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ഓട്സ് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വലിഞ്ഞ്. അപ്പം നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല കറക്റ്റ് നനവ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് ആവശ്യമുള്ളത് ഞാൻ തേങ്ങയൊക്കെ ചേർത്ത് വേവിച്ചെടുക്കും, ബാക്കി എടുത്തു വയ്ക്കും. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. ചായയും കൂടി റെഡിയാക്കിയാൽ പോയി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അവരിതാ കഴിച്ചു തുടങ്ങി. ബാക്കി എനിക്കുള്ള ഓട്സ് പുട്ട് കൂടി റെഡിയാക്കിയിട്ട് ഞാനും പോയിരുന്ന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കുറച്ച് ക്ലീനിങ് ജോലികളെല്ലാം തീർത്തിട്ട് വേഗം തന്നെ ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ബീഫിൻ്റെ കട്ടയൊക്കെ മാറി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല രസമുള്ളൊരു റോസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ടേസ്റ്റ് ടോക്സ് ബൈ ഷബ്ന നൂറുദ്ദീൻ എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് കേട്ടോ കിട്ടിയത്. നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ബീഫ് റെഡിയായി കഴിഞ്ഞപ്പോൾ കുറച്ച് സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഹെയർ കെയറിൻ്റെ ഒരു ദിവസമാണ്. അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളവും ഉലുവ ഇട്ട് വെച്ച വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു ദിവസം ഹെയർ ആണെങ്കിൽ ഒരു ദിവസം സ്കിൻ, അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ആ നേരം കൊണ്ട് ക്യാരറ്റും ബീൻസും കൂടി ഒന്ന് ഉലർത്തിയെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ലഞ്ചായിരുന്നു. ബീഫ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനത് എന്തായാലും ഷെയർ ചെയ്യാം.
പിന്നെന്താ, ഇത്രയൊക്കെയുള്ളൂ അന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ ഒരു ചെറിയ യാത്രയുടെ പ്രിപ്പറേഷൻസിലാണ്. ഒരു യാത്ര ഓൾറെഡി കഴിഞ്ഞു. അതെല്ലാം വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ അതെല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെല്ലാം കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ. അതുപോലെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.